ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ നമുക്ക് പനീർ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനോട് ആവശ്യമായ സാധനങ്ങൾ 200 ഗ്രാം പനീർ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, 2 തക്കാളി അരിഞ്ഞത്, ഒരു സവാള അരിഞ്ഞത്, ഒരു പിടി അണ്ടിപ്പരിപ്പ്. നമുക്ക് നോക്കാം. ആദ്യമായി ഒരു ഗ്യാസിൽ ഒരു കടായി വെക്കുക. അതിലേക്ക് ആദ്യം ഒരു ലേശം ബട്ടർ ഒഴിക്കുക. അതിലേക്ക് ലേശം ഓയിൽ ചേർക്കാം. അതിലേക്ക് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴറ്റണ്ട, ഒന്ന് പച്ച കളർ മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കാൽ ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എന്നത് ചേർത്ത് കൊടുക്കുക. അത് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കിയിടുക. അതിലേക്ക് 2 തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ശേഷം ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇങ്ങനെയെല്ലാം ഇട്ടതിന് ശേഷം അത് പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. പത്ത് 15 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അത് ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം.
ഫൈൻ പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. കടായി ചൂടിട്ട് വെക്കാം. അതിലേക്ക് ലേശം ബട്ടർ ഒഴിച്ച് കൊടുക്കാം. ബട്ടർ മുരുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന പേസ്റ്റ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ആ വെള്ളം നമുക്ക് അതിനകത്തേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് പനീർ 200 ഗ്രാം പനീറാണ്, നമുക്കത് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്രഷ് ക്രീം ഒഴിക്കാം. നമുക്ക് ഫ്രഷ് ക്രീം ഒഴിക്കുമ്പം തീ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഫ്രഷ് ക്രീം ഒഴിക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവസാനം നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമ്മുടെ കയ്യിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല സ്വാദിഷ്ടമായ പനീർ കറി ഉണ്ടാകാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നമുക്ക് ഈ പനീർ കറി ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.